നമസ്കാരം. പലപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആശിക്കുന്നത് ഈ കോൺഗ്രസിലെ തമ്മിലടി ഒന്ന് തീർന്നാൽ നന്നായിരുന്നു എന്നുള്ളതാണ്. അത് പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 7-8 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തിലെ സാധാരണക്കാരനെ എത്രത്തോളം ഒരു ദുരിതത്തിലേക്ക് കൊണ്ട് തള്ളിയിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ ആഗ്രഹം അടുത്ത തവണയെങ്കിലും UDF അധികാരത്തിൽ വരണമെന്നാണ്. എന്നാൽ ഇന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇവർ തമ്മിലുള്ള തമ്മിലടി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് VD സതീശനെതിരെ, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ചാണ്ടി ഉമ്മൻ MLA രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളൊന്നും നൽകിയില്ല എന്ന് പറയുന്നു. VD സതീശനോടൊപ്പം യുവജന നേതാക്കൾ ഉറച്ചു നിൽക്കുമ്പോൾ കെ സുധാകരനോടൊപ്പം മറ്റു വിഭാഗവും ഉറച്ചു നിൽക്കുന്നു. ചെന്നിത്തല പറയുന്നത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ഇല്ല, ഇത് സത്യം പറഞ്ഞാൽ എന്തു പറയാ, നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട് സുമേഷ്, അതായത് ആലിമ്പഴം പഴുക്കുമ്പോൾ കാക്കിട വായിൽ പുണ്ണെന്ന് കേൾക്കുന്നു. അതുപോലെയാണ് ഈ കോൺഗ്രസിന്റെ കാര്യം. എന്തൊരു ഗതികെട്ട പാർട്ടിയായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരു ചേഞ്ചിന് വളരെ ഇങ്ങനെ ദാഹിക്കുകയാണ്. തൊട്ടപ്പുറത്തോട്ട് മൂന്നാമത്തെ ഒരു മുന്നണി ഉണ്ടെങ്കിലും അതിന് വലിയ പ്രയോജനമില്ല. കാരണം അത് ഒരുപാട് അതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. BJP എന്ന് പറയുന്ന ഒരു മുന്നണി. ആകപ്പാടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കാരണം കുറച്ച് നല്ല പിള്ളേരുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് പിള്ളേരുണ്ട്, എല്ലാം കൊണ്ട് നന്നായിരിക്കും എന്നൊക്കെയാണ് ജനങ്ങൾ. പക്ഷെ എന്ത് ചെയ്യാം സുമേഷ്, ഇത് കേരളത്തിന്റെ ഗതികേടാണ്. കേരളത്തിന്റെ തലവിധി എന്ന് പറയുന്നത് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ സുമേഷ് പറയുന്നത് മീൻ കലക്കിയ വെള്ളം കൊണ്ട് ഒഴിക്കണമെന്നാണ്. ഞാൻ പറയുന്നത് എങ്ങനെയല്ല, മീൻ കലക്കിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഗുണം എന്തെന്ന് പറഞ്ഞാൽ കഴുകി കളഞ്ഞാൽ അതങ്ങ് പോകും. ഇത്തിരി നല്ല സോപ്പൊക്കെ ഇട്ട് സന്തൂറൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ അതങ്ങ് പോകും. ചൂട് വെള്ളത്തിൽ ഒഴിക്കണം, അതിൻ്റെയൊക്കെ പൊള്ളണം ശരീരം. ഓരോ സമയവും മറ്റേ ഇതുണ്ടല്ലോ കക്കൂസി പോയി. അങ്ങനെയല്ല, ഞാൻ വഴി പറഞ്ഞുതരാം. നമ്മുടെ മുരിക്കുണ്ടല്ലോ, മുരിക്കിന്റെ ഈ കനവുള്ള മുള്ള് കിട്ടും, മറ്റേ വടി കമ്പ് കിട്ടും. അത് വെട്ടിയെടുത്തിട്ട് നമുക്ക് കൈ പിടിക്കാനുള്ള സ്ഥലം മാത്രം അത് പിടിച്ചിട്ട് പ്ലാച്ചിന് 4 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അല്ലല്ല ആ പാട് കൂടെ കിടക്കും, മുള്ള് അതിനകത്തിരിക്കും, പഴുക്കും, പിന്നെ കൊണ്ടുകിടക്കും. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ, ഇരിക്കുമല്ലോ അവനൊക്കെ അനുഭവിക്കണം ആ സമയത്ത്. അപ്പൊ ഇരിക്കാൻ പറ്റരുത്. ജീവിതത്തിൽ ഏറ്റവും നമ്മൾ അനുഭവിക്കുന്നത് കക്കൂസ് ഇരിക്കാൻ പറ്റാത്തതാണ്. ബാക്കി എന്ത് നമുക്ക് എന്നാ പിന്നെ ഇപ്പൊ ഡയപ്പർ വാങ്ങി ചുറ്റിയിട്ട് അവർ കാര്യം നടത്തുക, അതിന്റെ പൈസയും കൂടെ നമ്മൾ ഖജനാവിൽ കൊടുക്കണം. ചുമ്മാ ഈ കോൺഗ്രസ്. ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ശാപം എന്ന് പറയുന്ന 3 പേരാണ്. ശാപം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒന്ന് CPM ആളിനെ ഞാൻ പറയുന്നില്ല, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഷിബു സാർ റെയ്ഡിന് വരും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഊഹിച്ചോ. BJP കെ സുരേന്ദ്രൻ, കോൺഗ്രസിൽ VD സതീശൻ. ഇത് പല രാഷ്ട്രീയ നിരീക്ഷകർ, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, എന്നിട്ട് പല മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇത് പല ചാനലുകളിലും വന്നിരുന്ന് പറഞ്ഞതാണ്. ഈ VD സതീശനെ ഇതിന്ന് ചെവിക്ക് പിടിച്ച് പുറത്താക്കിയാലല്ലാതെ ഈ കോൺഗ്രസ് രക്ഷപ്പെടില്ല. കെ സുധാകരന് വന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ല KPCC അധ്യക്ഷനായി വന്നപ്പോൾ എന്തൊരു പ്രതീക്ഷയായിരുന്നു. അല്ലെ, കെ സുധാകരൻ ഇപ്പം ഒന്ന് VD സതീശൻ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ആക്ഷേപിക്കുക എങ്കിൽ പോലും തനിച്ച് വഴിവെട്ടാനുള്ള ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അതായത് യുവ നേതാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള യുവ നേതാക്കളെ കയ്യിലെടുത്തുകൊണ്ട് അയാളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. VD സതീശൻ ഇന്ന് വരെ എന്തെങ്കിലും ഈ ഒരു കോൺഗ്രസിലെ ഒരു സാധാരണ പ്രവർത്തകൻ ചിന്തിച്ചു നോക്ക്. ഒരു 3-3.5 വർഷമായി VD സതീശൻ, 3-4 വർഷത്തിൽ കൂടുതലായിരുന്നു, 4 വർഷം വരെ ആയിരുന്നു തോന്നുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട്. ഇന്നുവരെ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടമുണ്ടായോ, മെച്ചമുണ്ടായോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. അല്ല, നേട്ടമുണ്ടായോ മെച്ചമുണ്ടായോ നമ്മൾ നോക്കേണ്ട. കാരണം കോൺഗ്രസ് വിജയിച്ചു തെരഞ്ഞെടുപ്പിലെല്ലാം. KPCC പ്രസിഡന്റിന്റെ ഗുണം കൂടെയാണ്. പക്ഷേ ഇവരുടെ കൂടെ അത് ഭരണപക്ഷ വിരുദ്ധത കൊണ്ട് മാത്രമാണ് വിജയിച്ചത്. അല്ല, എങ്കിലും അവർ കുറെ നല്ല സമരം നടന്നു. ഇയാൾ അത്യാവശ്യം ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിയമസഭയ്ക്കകത്ത് അദ്ദേഹം വളരെ കാര്യമായിട്ട് ചില ചർച്ചകൾ പങ്കെടുത്ത് മുഖ്യമന്ത്രിയെ പിന്നെ കട്ടയ്ക്ക് ഇടപെടുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടെ, ഇവിടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എത്രയോ കേസുകളുമായിട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഒരൊറ്റ കേസുമായിട്ട് പിണറായി വിജയനെതിരെ ഒരൊറ്റ കേസുമായിട്ട് ഈ പറയുന്ന VD സതീശൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അല്ല, കോടതിയെ സമീപിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരുപാട് പദ്ധതികളിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നിട്ടുണ്ട്. അത് കോടതി പോവാത്തതും അത് ചെന്നിത്തലയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പിന്നോക്കം പോകേണ്ട പദ്ധതി പിന്നെ ഇട്ട് കളഞ്ഞിട്ട് പോകേണ്ടതില്ല. സ്പ്രിംഗ്ലർ ഉൾപ്പെടെ ഉള്ള ഒരുപാട്
സംഭവമുണ്ട്. പക്ഷേ ഈ വി ഡി സതീശന്റെ കാലത്ത് അങ്ങനെ ഇദ്ദേഹം വിമർശനം പിണറായി വിജയന്റെ സർക്കാരിനെതിരായിട്ട് വിമർശനം നടത്തുന്നില്ല. ഒരൊറ്റ പദ്ധതി നിന്ന് പോലും പിണറായി വിജയന് പിന്തിരിയേണ്ടി വന്നിട്ടില്ല. കാരണം അതാണ് നമ്മൾ കാണേണ്ടത്. രണ്ട് കോൺഗ്രസിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് നല്ലത് ചൂടുവെള്ളം കലക്കി ഒഴിക്കണമെന്ന് പറയാൻ കാരണം ഇപ്പം അതിനകത്ത് വേറെ തർക്കം കൂടെ നടക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ചാണ്ടി ഉമ്മൻ വന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ എ ഗ്രൂപ്പിനകത്തുള്ള ഗ്രൂപ്പാണ്. അതാണ് ഈ പ്രശ്നം. ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് എ ഗ്രൂപ്പിനകത്തുള്ള ഗ്രൂപ്പാണ് അത്. സതീശൻ എ ഗ്രൂപ്പുകാരെ എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് അയാളുടെ ഗ്രൂപ്പാക്കി മാറി. ഇനി എ ഗ്രൂപ്പ് എന്നുള്ള സാധനം വേണ്ട എന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇനി എ ഗ്രൂപ്പ് ഇല്ല, എ ഗ്രൂപ്പ് തന്നെ ആരും പറയണ്ട. അതിന് ഇപ്പം പിന്നെ സതീശൻ എസ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലാണ് സതീശന്റെ നീക്കങ്ങൾ. അത് മനസ്സിലാക്കിയിട്ടാണ് ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ ഇറക്കിയിരിക്കുന്നത്. ചാണ്ടി ഉമ്മന്റെ പിന്നിൽ ചാണ്ടി ഉമ്മൻ മാത്രമല്ല, അത് മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്, കെ മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ചാണ്ടി ഉമ്മൻ്റെ കാര്യം, നമ്മൾ വിചാരിക്കും പോലെ അല്ല. പക്ഷേ അതല്ല പ്രശ്നം. ഇപ്പോൾ KPCC പ്രസിഡന്റ് സുധാകരനെ മാറ്റണമെന്ന് പറഞ്ഞൊരു നിയമം, അതും ഒരു ക്രിസ്ത്യാനിയെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ക്രിസ്ത്യൻ ജനത ഇത്ര വെറും പിന്നെ ദാഹിച്ചു നിൽക്കുന്നതാണ്. ഇവന്മാർ ഈ ക്രിസ്ത്യൻ ജനതയെക്കുറിച്ച് എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ കോൺഗ്രസ്സുകാർ? ഈ ക്രിസ്ത്യൻ ജനത എന്നുള്ള ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരു ജനതയാണോ? അവര് ഞങ്ങളുടെ ഒരു പ്രസിഡന്റ് വന്നാലേ കോൺഗ്രസ് ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് ക്രിസ്ത്യാനികൾ ആരെങ്കിലും പറഞ്ഞില്ലല്ലോ. അവരൊന്നും അങ്ങനെയൊന്നുമില്ല. അവർ കുറച്ച് നല്ല പക്വതയുള്ള ഒരു നല്ല ജനവിഭാഗമാണ് ഈ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. മറ്റു പലരെക്കാരും ഒക്കെ കാര്യങ്ങളൊക്കെ കാര്യമായി ഗ്രഹിക്കുന്നവരും പിന്നെ അവരുടെ ആവശ്യവും അവരുടെ താല്പര്യവും അവരെപ്പോഴും നോക്കും. അത് പണ്ട് മുതൽ രാജാവിന്റെ ഭരണകാലം മുതൽ ഇന്ന് ജനകീയ അത് വേണമല്ലോ. അവർ തന്ത്രപരമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ നിൽക്കും. അത് ഒരു ക്രിസ്ത്യൻ തന്ത്രമാണ്, അവരുടെ ഒരു ഡിപ്ലോമസിയാണ്. എങ്കിൽ പോലും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ഒരു ക്രിസ്ത്യൻ നേതാക്കളും ഒരു പണ്ഡിതരും പറഞ്ഞിട്ടില്ല KPCC പ്രസിഡന്റ് ക്രിസ്ത്യാനിയാക്കണമെന്ന്. എന്നിട്ട് ഇവർ ഇപ്പോൾ അങ്ങ് ഈ വാർത്ത പുറത്തു വന്നല്ലോ. വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഔദ്യോഗികമായിട്ടൊന്നും ആരും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ പുറത്തു വന്നു? കോൺഗ്രസ്സുകാർ പുറത്ത് കൊടുക്കാതെ വാർത്ത വരില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ സുധാകരനെ മാറ്റണമെന്നും ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം ഉണ്ട് എന്ന് കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരു വാർത്ത ലീക്ക് ചെയ്ത് കൊടുത്താലല്ലേ വരുള്ളൂ. അപ്പം അതെല്ലാം ഇതിനകത്ത് നടക്കുകയാണ്. അപ്പോൾ അടുത്ത ഭരണം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഈ പിന്നെ ആലുമ്പഴെല്ലാം പഴുത്ത് നിൽക്കുന്നു, ഇനി കടിച്ച് തിന്നളയാന്നുള്ള അവസ്ഥ വന്നപ്പോൾ ചില പിന്നെ മത്സരങ്ങളാണ്. എന്തൊരു ഗതികളാണ് ഈ കേരളത്തിലെന്നല്ല രാജ്യത്തൊട്ടാകെ ഈ കോൺഗ്രസ് എത്രമാത്രം ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെ വിചാരം എന്താണ്? ഇപ്പോൾ 19 സീറ്റ് പിടിച്ചു, കഴിഞ്ഞ തവണത്തെ പോലെ 19 സീറ്റ് ലോക്സഭയിൽ പിടിച്ചപ്പോൾ ഇനി എന്തായാലും അത് പിണറായിയുടെ ഐശ്വര്യം കൊണ്ട് അപ്പൊ ഇനി എന്തായിരുന്നാലും അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും 99 പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടലാണെന്ന് തോന്നുന്നു ഇവരുടെ പോക്ക്. എന്താണ് കഴിഞ്ഞ തവണ ഈ കണക്കിന് പോയാൽ കഴിഞ്ഞ തവണത്തെക്കാരും ദയനീയമായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷൻ കേരളത്തിലെ ജനതയെ കുറിച്ച് ഇവര് അങ്ങ് മൊത്തം പിന്നെ ഈ LDF ഗവൺമെന്റിനെതിരായിട്ട് നിൽക്കുന്നൊന്നും ഈ 99 സീറ്റും ഇപ്പം UDF പിടിക്കുമെന്നാണ്. ഒന്നുമില്ല. കാരണം ഇവരുടെ ഈ കളിയാണെങ്കിൽ കേരള ജനത കണക്കിന് കൊടുക്കുക തന്നെ ചെയ്യും. മറ്റവര് വന്നോട്ടെ, നേമാര് വന്ന് ഒന്നുകൂടെ അല്ല എന്തൊരു ഇങ്ങനെ ഒരു കോൺഗ്രസ് ഉണ്ടോ? സത്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ മുരുക്കും കമ്പന്ന് പോരാ കേട്ടോ. ഞാൻ പറയുന്നത് ചൂടുവെള്ളം തന്നെ വേണം. കാരണം പൊള്ളണം. കുറെ കാലം കട്ടിലും കിടക്കരുത്, കക്കൂസിലും പോകരുത്. ഈ നേതാക്കന്മാരെല്ലാം അങ്ങനെ നടക്കണം. അല്ല ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇത്രയും കേരളത്തിൽ BJPയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടായിട്ട് പോലും K സുരേന്ദ്രനെ മാറ്റാൻ എന്തുകൊണ്ടാണ് BJP നേതൃത്വം മടിക്കുന്നത്? അതുപോലെ തന്നെയാണ് ഈ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളും ആയിട്ട് സാറിന്റെ മോളും കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും ചില്ലറല്ല. എന്തുമാത്രം ആരോപണങ്ങൾ, എന്തുമാത്രം ജനവിരുദ്ധ നടപടികൾ ഇത്രയും ഉണ്ടായിട്ട് പോലും പാർട്ടിയുടെ കീഴെ ഘടകങ്ങൾ പോലും മുഖ്യമന്ത്രിയെ പരസ്യമായി കമ്മിറ്റികളിൽ വിമർശിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റാതെ ഇപ്പോഴും ചുമക്കുന്നത് എന്തിനാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് വി ഡി സതീശൻ ഒരു ഗുണവും വി ഡി സതീശനെ കൊണ്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാത്തുള്ള കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ അടുത്ത തവണ ഇങ്ങനെ തല്ലുകൊണ്ട് പോലീസിന്റെ അണ്ടത്തിൽ അടിയും കൊണ്ട് നടന്നാൽ മതി, അടിച്ച് പൊളിച്ചു കളയില്ല ഇവന്മാരെ. യൂത്ത് കോൺഗ്രസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. ഇന്നും മനോരമ പത്രത്തിൽ കാസർഗോഡ് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യാശ്രമം നടത്തിയ ഒരു മാർച്ചിൽ അത് എല്ലാവർക്കും കിട്ടി. BJPക്കും SFIക്കും KSUവിനും കിട്ടിയെങ്കിലും KSU നേതാവിന്റെ തലതല്ലി പൊളിച്ചു. പിന്നെ മേഘ എന്ന് പറയുന്ന വേറൊരു വനിത
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ തല തല്ലിപ്പൊളിച്ചു, അവരുടെ കഴുത്തിനൊക്കെ ക്ഷതമേറ്റു. അബിൻ വർക്കിയുടെ തല തല്ലിപ്പൊളിച്ചു, പിന്നെ ഗൺമാൻ ഇറങ്ങി അടിച്ചത്. അങ്ങനെ അടികൊള്ളാൻ മാത്രമാണോ ഈ പറയുന്നത് പോലെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ? നിങ്ങൾക്ക് ഗ്രൂപ്പ് കളിക്കണം, നിങ്ങൾ പിന്നെ ഇലക്ഷൻ വരുമ്പോൾ അവരവരെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അധികാരം നോക്കണം. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ജനങ്ങൾ സാധാരണക്കാരുടെ ജനങ്ങൾ ഞങ്ങൾക്കത് എനിക്കെന്തായാലും പാർട്ടിയില്ല, ഞാൻ ഒരു പാർട്ടിയിലും മെമ്പറും അല്ല, എനിക്ക് ഒരു പാർട്ടിയോടും ആവശ്യമില്ല. ഐ ഹേറ്റ് പൊളിറ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് എനിക്ക് പൊളിറ്റിക്സ് ഒരു വിഷയമേ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാം പൊളിറ്റിക്കൽ ബേസിസിട്ടാണ്. പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥികളാണ്, അതിന്റെ പ്രതിനിധികളാണ് തെരഞ്ഞെടുപ്പ്. നമുക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്സ് നമ്മൾ വോട്ട് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കണം. പക്ഷെ വോട്ട് ചെയ്യാതിരിക്കണം നമ്മുടെ ഒരു നമ്മുടെ പൗരധർമ്മത്തിൽ. ഞാൻ എപ്പോഴും വോട്ട് ചെയ്തിട്ടുള്ളത് വ്യക്തികളെ നോക്കി. എന്നാലും ഒരു സ്ഥാനാർത്ഥിയുടെ അല്ല ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ. എനിക്ക് ചിലപ്പോൾ തോന്നണമെങ്കിൽ ഞാൻ പോവേയില്ല. പക്ഷെ പോണം, വോട്ട് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തിനു വോട്ടാണ് തോന്നിപ്പോയി. കേരളത്തിലെ സാധാരണക്കാരുടെ ഇപ്പൊ സത്യം പറയാമല്ലോ, നമ്മൾ വിചാരിക്കുന്നത് 1.5 വർഷം കഴിയുമ്പോൾ ഇനിയും LDF സർക്കാരാണ് അധികാരത്തിൽ പറഞ്ഞാൽ എന്റെ ദൈവമേ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഭരിക്കാൻ സമ്മതിക്കില്ല. LDF ചെങ്കോണകം കൊണ്ടുവന്ന് ഇവിടെ സത്യപ്രതിജ്ഞ കഴിയണതിന്റെ പിറ്റേന്ന് തന്നെ ചെങ്കോണകം കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കുത്തും, സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ. പിന്നെ മുഖ്യമന്ത്രിയാവാൻ KC വേണുഗോപാൽ, പിന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, മുരളീധരൻ, ഇവരെല്ലാവരും ഉടുപ്പൊക്കെ ഷർട്ടൊക്കെ തയ്പ്പിച്ച് അവിടെ കൊണ്ടുവന്നില്ല, നടരായ മക്കളിനെ അവിടെ കൊണ്ടുവന്ന്, അല്ല മറ്റേ ട്രെയിലറെ കൊണ്ടുവന്ന് അളവെടുപ്പിക്കുന്നുണ്ട്, അവിടെ കൊണ്ട് തയ്പ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ ഗ്രൂപ്പ് കളി ഒന്ന് നിർത്തുക. കേരളത്തിലെ ജനങ്ങളെ കരുതി, ഇല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പിന്നെ എങ്ങനെയാണ് മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. കാരണം ഇപ്പോഴേ ഉള്ള ഒരു പ്രതീക്ഷ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ ഈ പറയുന്ന കോൺഗ്രസിൽ UDF മാത്രമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ആഗ്രഹിക്കുന്നത് അടുത്ത തവണ UDF അധികാരത്തിൽ വരണമെന്നാണ്. പിന്നെ നിങ്ങൾ എന്നെ നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ഒരു തവണയും കൂടെ LDF അധികാരത്തിൽ വന്ന് പിണറായി വിജയൻ സാറോ മുഹമ്മദ് റിയാസ് സാറോ മുഖ്യമന്ത്രിയായ ഞാനിതെല്ലാം കൂടെ പൊളിച്ചു കെട്ടിയിട്ട് കമ്മനഹള്ളിയിൽ എങ്ങാനും പോയി അവിടെ ചെറു സ്റ്റുഡിയോ ഇട്ടിരിക്കുക. കർണാടക ആകുമ്പോൾ എനിക്ക് പേടിക്കാനൊന്നുമില്ല, അവിടെ പരിചയമൊന്നുമില്ല, ആരെങ്കിലും തപ്പിപ്പിടിച്ച് ഞാൻ പോയി അവിടെ. കാരണം ഇവിടെ സമ്മതിക്കില്ല, ഷിബു സാറ് വന്നിട്ട് റെയ്ഡ് ചെയ്തുകൊണ്ട് പോകും. ഇനി ഒരു റെയ്ഡ് കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോകും, നിങ്ങൾ എന്നെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിലടി മതിയാക്കുക. നിങ്ങൾ അടുത്ത തവണ അധികാരത്തിൽ വരാനായിട്ട് നോക്കുക. ഈ പറയുന്ന VD സതീശനെ ഇങ്ങനെ ചെവിയെ തൂക്കിയെടുക്കും പോലെ, മുയലിനെ തൂക്കിയെടുക്കും, ഒറ്റ ഏറി KPCC ഓഫീസിൻ്റെ പുറത്തോട്ട്, പ്രശ്നം അവിടെ തീരും. ശരി, എന്നാൽ കാണാം.